സർ, ലോകം അനുദിനം ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് അവസരങ്ങളും സാധ്യതകളും ലോകം മുഴുവൻ നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ലോകഭാഷയായ ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ ശീലിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണല്ലോ. നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് പോലും ആത്മവിശ്വാസക്കുറവ് കൊണ്ടും ഇംഗ്ലീഷിൽ ചിന്തിക്കാനുള്ള ശേഷി കുറവുകൊണ്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ മൈൻഡ് പവർ ട്രെയിനിങ് കൊണ്ട് സാധ്യമാണോ? പ്രജീഷ് ചോദിച്ചേക്കുന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ റെലവൻ്റാണ്. ഈ മലയാളികൾ ഒരുവിധ വൊക്കാബുലറി ഉണ്ട്, കുറവില്ല. പക്ഷേ ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാനായിട്ടുള്ള അവസരമില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ മനഃശക്തി കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് മനഃശക്തിയുടെ ഒരുപാട് അപാര സാധ്യതകളുണ്ട് നമുക്ക് ഈ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഫ്ലുവൻ്റായിട്ട് നമ്മൾ മറ്റു രാജ്യക്കാരോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഒരുപാട് അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മൾ വാഹനത്തെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം നമ്മൾ സംസാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഒരു ന്യൂറൽ പാത്ത് വേ തന്നെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് അഫർമേഷൻസ് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുറേശ്ശെ പിക്കപ്പ് ചെയ്യും. ഈവൻ 1 വീക്കിനകത്ത് ഒരു പിക്കപ്പ് ചെയ്യും. അപ്പം അന്നേരം നമുക്ക് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വേർഡ് പുതിയതായിട്ട് കണ്ടു, ആ വേർഡിനെ പല വിധത്തിൽ, ആ വേർഡിലെ എന്താ അർത്ഥമാക്കുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് പല വിധത്തിൽ അതിനെക്കൊണ്ട് ആക്ട് ചെയ്യിക്കാം നമ്മുടെ മുന്നിൽ. അതൊക്കെ നമുക്ക് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വളരെ ക്ലിയർ ഇൻറ്റൻഷൻ വേണം. 1 year ഫ്രം നൗ ഐ സ്പീക്ക് ഫ്ലുവൻ്റ്ലി എന്നുള്ള ഒരു ക്ലിയർ ഇൻറ്റൻഷൻ. അപ്പോൾ അത് നമ്മൾ സാധിക്കുന്നതോടുകൂടി നമുക്ക് പിന്നെ ഈ ബാരിയറില്ല. അതായത് നമ്മുടെ കേരളം എന്ന അതിർത്തിയോ ഇന്ത്യ എന്ന് പറയുന്ന അതിർത്തിയോ ലോകം മുഴുവൻ നമ്മുടേതായി തീരും. ഇതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് മൈൻഡ് പവറിൻ്റെ ഒരു മെത്തേഡിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് വളരെ നല്ലതാണ്. നടക്കുന്ന നമ്മളെ തന്നെ ഇങ്ങനെ പറഞ്ഞ് സബ് കോൺഷ്യസ്ലി നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത് സംസാരിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുക. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു സംസാരിക്കാനായിട്ട്, വേദികൾ കിട്ടുന്നു, പ്രസംഗകനാകാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെൻ്റലി ഇതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മെഡിറ്റേഷൻസാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ എബിലിറ്റിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. മൈൻഡ് പവറിൻ്റെ ഒരു ടെക്നിക്കാണ് നമുക്ക്. അപ്പം എന്നെക്കൂടെ പറ്റും, നടക്കുമെന്നുള്ളൊരു വിശ്വാസം. പിന്നെ അടുത്തതൊരു ഇമോഷണൽ കൺട്രോൾ. നമുക്ക് അപ്പോൾ എന്നെ ആൾക്കാർ കളിയാക്കുമോ, അതിന് പകരം നമുക്ക് ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്ക് സ്ട്രെസ് റിഡക്ഷൻ അതായിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദീർഘശ്വാസം എടുത്ത് വിടുക ബുദ്ധിമുട്ടുള്ള സമയത്ത്. പിന്നെ പലപ്പോഴും നമുക്ക് മൈൻഡ് മാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് പോകാം. നമുക്ക് സമൃദ്ധി വരുന്നു, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു. പിന്നെ ഡെയിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു റിച്വൽ. പിന്നെ വിഷ്വലൈസേഷൻ നടത്തുമ്പോൾ ഓവർകമ്മിങ് ഫിയറിൻ്റെ പുറത്ത് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനകത്ത് ഈ ലാംഗ്വേജ് സംസാരിക്കാനുള്ള പാർട്ട്നേഴ്സിനെ കിട്ടാനായിട്ട് ചിലപ്പം നമുക്കൊരു പാർട്ണർ കിട്ടുവാണെങ്കിൽ അയാളോട് എപ്പോഴും സംസാരിക്കുന്നതെല്ലാം അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് സബ് കോൺഷ്യസ്ലി ഈ ലാംഗ്വേജിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. നമുക്ക് അതൊരുപാട്. പിന്നെ നമുക്ക് ചില ലിവറേജിങ് ആങ്കേഴ്സ് ട്രിഗർ കൊടുക്കുക. ഇമോഷണലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാറാകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. പിന്നെ എപ്പോഴും നമുക്ക് കൂടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതിനെ കൊണ്ട് പറ്റും, ഇത് ഇത്ര പിക്കപ്പ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് തുടങ്ങുമ്പോഴത്. പിന്നെ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് സാധ്യതയാണ്. അത് പറഞ്ഞത് ഞാനൊക്കെ MA പഠിക്കുമ്പോൾ നമുക്കവിടെ പിന്നെ ലാംഗ്വേജ് ലാബ് ഉപയോഗിക്കാനായിട്ട് എഴുതിയിട്ടിട്ട് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, സൂപ്പർ സംഭവം. എത്ര ചാനൽസാണ് കിടക്കുന്നത്, വളരെ ടോപ്പ് ചാനൽസ് ഉണ്ട്. ഞാനതൊരു നേരിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾ ലിസണിങ്, മറ്റുള്ളവർ സംസാരിക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് ലിസൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതിയെ ആര് സംസാരിക്കുന്നത് നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പവർ ഇമാജിനേഷൻസ് പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ബേസിക് ഗ്രാമർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ബേസിക് ഗ്രാമർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് പേര് പറയും സ്പോക്കൺ ഇംഗ്ലീഷിന് ഗ്രാമർ ആവശ്യമില്ല എന്ന്. പക്ഷെ അങ്ങനല്ല. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണം. പക്ഷേ ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഒരു സെൻറ്റൻസ് പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പാല് കുടിച്ചിട്ടേ കിടക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എന്നുള്ള പറ്റില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് അവിടെ തുടങ്ങേണ്ടത് എപ്പോഴും ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത്, ഇത്തരം കാര്യങ്ങൾ വരണം അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പറയേണ്ടത് എന്താണ്, ഞാൻ ആ പാല് കുടിച്ചെങ്കിൽ ഐ, അപ്പം പാല് കുടിക്കുക ഡ്രിങ്ക് അല്ലേ, ഐ ഡ്രിങ്ക്. പിന്നെ എന്താ കുടിച്ചത്, എന്തുവാണ്, മിൽക്ക്. ഒന്നാമത് എപ്പോഴാണ്, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അപ്പോൾ ബിഫോർ ബെഡ് ഓർ ബിഫോർ സ്ലീപ്പ്. പിന്നെയാണ് നമുക്ക് വരുന്നത് എന്താണ്, എവരിഡേ വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇത് നമ്മളൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി മൈൻഡ് പവർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ മൈൻഡിൻ്റെ അകത്ത് അങ്ങ് പതിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എഴുതിയാലും തെറ്റില്ല, പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ഈ ടെൻസ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് 12 എണ്ണം നമ്മൾ പഠിച്ചാൽ പോരെ. അപ്പോൾ അത് ശകലം വേരിയേഷനേ ഉള്ളൂ, വളരെ സിമ്പിളാണത്. പക്ഷേ അത് മൈൻഡ് പവർ മെത്തേഡിൽ കൂടെയാണെങ്കിൽ ഒരിക്കലും മറന്നു പോകാതെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പാർട്സ് ഓഫ് സ്പീച്ച്, അപ്പോൾ അവിടെ നമുക്ക് ഒക്കാബുലറി, അതുപോലെ തന്നെ ഒക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് മൈൻഡിൻ്റെ ചില ടെക്നിക്സ് ഭയങ്കര സുഖകരമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ളത് ചില പ്രൊനൗൺസിയേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സിമ്പിൾ സെൻറ്റൻസിൽ കഴിവതും കോംപ്ലക്സ് ആക്കാതെ. പിന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കുക, വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. പിന്നെ നമ്മൾ തന്നെ സംസാരിക്കുന്നത്, ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലിൽ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് സംസാരം കഴിഞ്ഞ് നമുക്ക് യു ക്യാൻ റിവ്യൂ ഇറ്റ്. അതേപോലെ നമുക്ക് പിന്നെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ആപ്സൊക്കെ ഉണ്ട്. നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് വരും, അതെല്ലാവർക്കും വരും. അപ്പോൾ അത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വലിയ കോൺഷ്യസ് ആകേണ്ട കാര്യമില്ല. പിന്നെ വായിക്കുന്നത് നമുക്ക് ഉറക്കെ വായിക്കാം, റീഡ് അലൗഡ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് പിന്നെ മൊബൈലിലാണെങ്കിലും ഒക്കെ നമുക്ക് ഡിക്ഷണറീസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിക്ഷണറീസ് ഉപയോഗിക്കാം. പിന്നെ വളരെ കോമൺ ഫ്രേസസും എക്സ്പ്രഷൻസൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ ഓരോന്നോരോ കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലിസണിങ് സ്കിൽസ് നമ്മൾ കൂടെ സൗകര്യം കിട്ടുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്കങ്ങ് ക്ലിയറാകും. പിന്നെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്പീച്ചസ് ഇപ്പോൾ പണ്ടങ്ങനെയാണെങ്കിൽ കിട്ടാൻ പാടാണ്, ഇപ്പോൾ അങ്ങനെയല്ല, എപ്പോഴും അത് അവൈലബിളാണ്. പിന്നെ നമ്മുടെ സ്പീച്ച് സ്ലോ ഡൗൺ ചെയ്യുക, നമ്മൾ നിർത്തി പറയുക. പിന്നെ നമ്മൾ ഈ പ്രധാനമായിട്ടും ഈ സാധാരണ സംസാരത്തിന് ഉപയോഗിക്കുന്നതായിട്ട് മാത്രം കുറേ വാക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി എടുക്കാനായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ബേസിക് ഗ്രാമർ, പിന്നെ ഇൻറ്റോണേഷൻ നമ്മൾ ഇടയ്ക്ക് നിർത്തിയിട്ട് ഇപ്പോൾ ചില പറയുമ്പം എപ്പോഴും ഇൻറ്റോണേഷൻ നമ്മൾ എടുക്കുമ്പോൾ അതുപോലെ സ്ട്രെസ് ചെയ്യുക. പേര് വരുമ്പം ആദ്യത്തെ അക്ഷരം വിജയനല്ല, വിജയനാണ്. ഓക്കെ, ഇന്ത്യ, അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ആണ്, അപ്പോൾ ഇത് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് വളരെ എപ്പോഴും ഇതൊരു 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാം നിസ്സാരമായിട്ട്. പക്ഷെ അതൊരു സ്റ്റേ പോസിറ്റീവ്. എനിക്ക് ഇത് നടത്താനൊന്നുമുള്ള സമയമില്ല എന്നുള്ളതുള്ളൂ. പക്ഷേ സമയം എന്നുള്ളതല്ല, ഓർഗനൈസ് ചെയ്യാനായിട്ട് ആൾക്കാർ ചേർന്ന് നിങ്ങൾ ഓർഗനൈസ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഞാനൊരു ക്യാമ്പ് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഇതിന് എല്ലാ ടെക്നിക്കും ട്രിക്കും എല്ലാം പഠിപ്പിച്ച് തീർത്ത് വിടാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് സ്കില്ല്, ലിറ്റററി ഡിവൈസസ്, പ്രാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സിറ്റുവേഷണൽ ആപ്ലിക്കേഷൻ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി അവയർനെസ് നമുക്കത് കിട്ടും. പിന്നെ ചില സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്സ് നമ്മൾ എന്താണ്, ഡോക്ടറാണെങ്കിൽ ഡോക്ടർക്ക് പറ്റിയത്, ഇപ്പോൾ ലോയറാണെങ്കിൽ ലോയർക്ക് പറ്റിയത്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈൻഡിനകത്ത് ഇത് കണ്ടൊരു 1 മാസം കണ്ടു കഴിയുമ്പോൾ, മൈൻഡിനകത്ത് ഇത് കണ്ടു കഴിയുമ്പോൾ, നമ്മൾ സംസാരിക്കുന്നതായിട്ട് കണ്ടു കഴിയുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകും. പിന്നെ നമ്മുടെ ഈ മൈൻഡ് പവറിൻ്റെ, അപ്പോൾ ഇത് തന്നെ ലൈഫ് ലൈനിൻ്റെ തന്നെ ലേണിങ്ങിൽ കിടക്കുന്നുണ്ട്. മലയാളികളുടെ തെറ്റിപ്പോകുന്ന വാക്കുകൾ ഏതൊക്കെയാണ്, മിസ്പ്രൊനൗൺസ്ഡ് വാക്കുകൾ ഏതാണ്ട്, എല്ലാം കൂടെ 800 എണ്ണേണ്ട വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ ലൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ലേണിങ്ങിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലേണിങ്ങിൽ വേണമെങ്കിൽ എടുത്തത് പഠിക്കാതെ നേരിട്ട് വരാതെ നേരിട്ട് വന്നിട്ട് ക്യാമ്പായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും 100% നിങ്ങൾ വിജയിക്കും. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.